സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എണ്ണവില ഇടിഞ്ഞതിനെ തുടർന്ന് ഗൾഫ് സമ്പദ്ഘടന കടുത്ത പ്രതിസന്ധി നേരിടുന്ന വേളയിലും പ്രതീക്ഷ കൈവിടാൻ UAE ഉൾപ്പെടെ GCC രാജ്യങ്ങൾ തയ്യാറല്ല. ഈ വർഷാവസാനത്തോടെ സ്ഥിതി ഏറെക്കുറെ മാറിമറിയുമെന്ന് UAE ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി പറഞ്ഞു. അബുദാബിയിൽ എനർജി ഫോറം സമ്മേളനത്തിന് മുമ്പാകെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മുൻവർഷം എണ്ണയുടെ ആവശ്യകത പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രതിദിനം 12 ലക്ഷം ബാരലായിരുന്നു കണക്കുകൂട്ടിയതെങ്കിൽ 12.5 ലക്ഷമായി ആവശ്യകത ഉയർന്നത് വില കുറയുമ്പോൾ ഡിമാൻഡും കൂടുമെന്നതിന്റെ തെളിവാണെന്നും മന്ത്രി വിശദീകരിച്ചു. വിപണി സ്വമേധയാ തന്നെ വില സന്തുലിതത്വം കൊണ്ടുവരുമെന്ന ഗൾഫ് രാജ്യങ്ങളുടെ പ്രതീക്ഷ ശരിയാണെന്നതിന്റെ തെളിവ് കൂടിയാണിത്. വില പിടിച്ചു നിർത്താൻ കൃത്രിമ മാർഗങ്ങൾ തേടിയതുകൊണ്ടായില്ലെന്ന് ഉൽപാദനം കുറച്ച് വില പിടിച്ചു നിർത്തണമെന്ന വാദം തള്ളിയ ഒപെക് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് UAE മന്ത്രി വ്യക്തമാക്കി. അതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില തകർച്ച വീണ്ടും തുടരുകയാണ്. ബാരലിന് $31 വില കുപ്പുകുത്തിയത്. 12 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് കൂടിയാണിത്. പുറമേക്ക് എന്തുതന്നെ പറഞ്ഞാലും പ്രതിസന്ധി മറികടക്കാൻ ബദൽ മാർഗങ്ങൾ ഊർജിതമായി നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. മീഡിയ 1, ദുബൈ.